ആ ആത്മതലത്തെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ തിരിഞ്ഞു നോക്കി പോഷിപ്പിക്കാൻ നോക്കാത്തത് കൊണ്ട് വന്ന ഗതികേടാണ്. ഇത്രയൊക്കെയാണ് അവിടെ പറയുന്നത്. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ. ഈ തകർച്ച വന്ന് അർജുനൻ ഇങ്ങനെ പുലമ്പാനുള്ള കാരണം ഈ ആത്മതലം ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ്. അത് ശ്രദ്ധിപ്പിക്കണം എന്നൊരു വിചാരം കൃഷ്ണനുണ്ടായിരുന്നു. അതിനൊരു അവസരം കൃഷ്ണന് കിട്ടി. ആ അവസരം ഭംഗിയായി ഒരുക്കി കൊടുത്തു പ്രകൃതി. തന്നെ സാരഥിയാക്കി പിടിച്ചു വെപ്പിച്ചു. സാരഥിയോട് പറഞ്ഞു, സാരഥി കൊണ്ടുപോയി നിർത്തി ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും അർജുനന്റെ തകർച്ച പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് കൃഷ്ണന് ഉദ്ദേശിച്ച വിത്ത് കുത്തിയിടാനുള്ളൊരു അവസരം കിട്ടിയത്. അർജുനന് പറയാനുള്ളത് കുറച്ചും കൂടിയുണ്ട്. സാധാരണ പ്രാപഞ്ചികന്മാർ ഒരു അകാല മരണമോ എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചാൽ എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടുക? അയ്യോ, വിളക്ക് കത്തിക്കണതും കൂടി നിർത്തും ഇവർ. ഭഗവാൻ ഇവരുടെ വിളക്ക് കത്തിച്ചാലേ ഭഗവാന് കണ്ണ് കാണുള്ളൂ എന്ന് തോന്നും. എന്തൊക്കെയോ ലോകത്തിലെ എത്ര പേര് മരിക്കണു. നമ്മുടെ വീട്ടിലൊരു മരണം അപൂർവം. ലോകത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പടയാളികൾ, അതിർത്തിസേന, എത്ര പേരവർ മരിച്ചു പോണു, എത്ര പോലീസുകാർ പോണു. എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കണത്? നമ്മുടെ വീട്ടിൽ മാത്രം ഒരാൾ മരിച്ചാൽ ഇതെന്താ? എറുമ്പിന് ഇറക്കാലി വെള്ളം സമുദ്രം. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുള്ളത് മനസ്സിലാക്കൂ. വിശാലമായി ചിന്തിക്കൂ. ലോകം മുഴുവനും ഒന്നായി തീരട്ടെ. വസുധൈവ കുടുംബകം. എൻ്റെ വീട്ടിൽ വരുന്ന അനുഭവങ്ങൾ മാത്രമാകരുത് എനിക്കുള്ളത്. അയൽപക്കക്കാരുടെയും ദേശക്കാരുടെയും നാട്ടുകാരുടെയും ലോകത്തിൽ മുഴുവൻ പൂർവികന്മാർ എഴുതി വെച്ചതും എല്ലാം തന്നെ നമുക്ക് അനുഭവ സമ്പത്താണ്. ആ അനുഭവ സമ്പത്തിനെ അതേപോലെ കൈകാര്യം ചെയ്ത് ഉൾക്കൊള്ളാൻ നോക്കുന്നത് വരെ നിങ്ങളുടെ ഈ പൊട്ടക്കിണർ മനസ്സുണ്ടല്ലോ, അത് നേരെയാവാൻ പോണില്ല. എന്ന് പറഞ്ഞാൽ നേരെയാവരുത് എന്നല്ല ഞാൻ പറയണത്, നേരെ ആവണം. അതിനാണ് ഈ ശാസ്ത്രം വായിക്കുന്നതും കേൾക്കുന്നതും ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടത്തുന്നതുമൊക്കെ. അവിടെ വരിക, അതിൽ പങ്കുചേരുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഒപ്പം മനനം ചെയ്യുക, ആലോചിച്ച് അത് തൻ്റെ ഒരു അറിവ് സമ്പത്ത്, ഒരു ജ്ഞാനസമ്പത്താക്കി തീർത്ത് അതിനാൽ നയിക്കപ്പെട്ടു വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ. അതിനുള്ള ഉണർവും ഊക്കും ഉത്സാഹവും ഉഗ്രതയും വീര്യവും നിങ്ങൾക്കുണ്ടാവട്ടെ. അർജുനന് തകർച്ച വന്നതാണ് നാം പറയുന്നത്. എവിടെ? കുരുക്ഷേത്രത്തിൽ. അർജുനൻ ആരാ? ക്ഷത്രിയൻ, അത് വില്ലാളി വീരൻ. മഹാഭാരത യുദ്ധം പെട്ടെന്ന് മുൻപിൽ വന്ന് വീണതല്ല. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ദുര്യോധന് ഭീമനോടും കൂട്ടരോടും അസഹിഷ്ണുതയുണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും ഈ ദുര്യോധനൻ എന്ന് പറയുന്ന കുട്ടി വേണ്ടതുപോലെ കിടന്നുറങ്ങിയിട്ടില്ല. എന്താ കാരണം? അസൂയ. എത്ര നിഷ്ഠുരമായിട്ടാണ് അരക്കില്ലം പണിതത്. ആ അരക്കില്ലത്തിലിട്ട് എല്ലാവരെയും കൊള്ളിവെച്ചു. സർവരും നശിച്ചു പോണെന്നാണ് വിചാരം. ഇതേമാതിരി ഒരു ഭീകരത, ഒരു ക്രൂരത ലോകം ഇതുവരെ കണ്ടിട്ടില്ല. അതിഥികളാവണം എന്ന് വിചാരിച്ച് ക്ഷണിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ചു, സർവ്വ സൗകര്യങ്ങളോടും കൂടി. പക്ഷേ അരക്കായിരുന്നു രാജധാനി. അത് പെട്ടെന്ന് തീ കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പോവും. ഇതേമാതിരിയുള്ള ഒരു പ്രവൃത്തി വരെ ചെയ്തവനാണ് ഈ ദുര്യോധനൻ. ആ ദുര്യോധനോട് കൂടി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും കൂടാതെ കഴിയില്ല എന്നുള്ളത് അറിയാം. അതിന് ഓരോരോ രംഗം കൂട്ടി കൊണ്ടുവന്നതായിരുന്നു. ഒന്ന്, ചൂതുകളിക്ക് വിളിച്ചത്, അതിൽ തോറ്റു. രണ്ടാമതും വിളിച്ചു, തോൽപ്പിച്ചു, പറഞ്ഞയച്ചു. 12, 1, 13 കൊല്ലം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നല്ല തയ്യാറെടുപ്പോടുകൂടി പ്രതീക്ഷിച്ച യുദ്ധമാണ് വന്ന് നിൽക്കുന്നത്. അതിൽ കൃഷ്ണൻ തേരാളിയായി കിട്ടിയിട്ടുമുണ്ട്. ഇതിലേറെ ഒരു സുവർണാവസരമില്ല. തൻ്റെ എല്ലാ വിധത്തിലുള്ള യോഗ്യതകളും പ്രകടമാക്കി അഭൂതപൂർവമായ മഹാഭാരത യുദ്ധവും കൂടി അങ്ങോട്ട് ജയിച്ച് ആ കവിധ്വജം പാറി പറക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് പെട്ടെന്ന് തകർച്ച വന്നത്. ആ തകർച്ചയിൽ എന്താ നമ്മൾ വിളിച്ചു പറയുന്നത്? രാജാക്കന്മാരായി ജനിച്ചാൽ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഭരണം എന്ന് പറയുന്ന ദൗത്യത്തിന് 2 വശങ്ങളുണ്ട്.
ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി മഹാരാജാക്കന്മാർ, ഭരണകർത്താക്കന്മാർ രാപ്പകലില്ലാതെ അശ്രാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ജനങ്ങളുടെ സങ്കടം തീർക്കാൻ നമ്മൾ ലഭ്യമായിരിക്കണം. എപ്പോഴായാലും വേണം ലഭ്യരാവണം നമ്മൾ. അതൊരു കാര്യം. രണ്ടാമതോ, രാജാവ് ഒറ്റയ്ക്ക് ഒരുത്തനാണ് ഭരണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആജ്ഞയ്ക്കോ തീരുമാനത്തിനോ വിധേയമാണ് പ്രജകളെല്ലാം തന്നെ. അപ്പം തൻ്റെ തീരുമാനം വളരെ ശക്തിമത്താണ്, പലപ്പോഴും നിഷ്ഠുരമാണ്. ഭരണകൃത്യങ്ങളെല്ലാം തന്നെ എപ്പോഴും വിഷമം ജനിപ്പിക്കുന്നതാണ്. കൂട്ടത്തോടുകൂടി കുറേ ആൾക്കാരെ ആക്രമിക്കാൻ വന്നാൽ എന്തു ചെയ്യും? അവരെ ശിക്ഷിക്കേണ്ടി വരും, കൊല്ലേണ്ടി വരും, പലതും നടക്കും, പല കാര്യങ്ങളും നടക്കും. ഇതൊക്കെയാണ് ഭരണം എന്ന് പറഞ്ഞാൽ. അപ്പം മനസ്സിന് വിഷമം, രണ്ട് തരത്തിലുള്ള വിഷമമാണ്. സമ്മാനാർഹരെ സമ്മാനിക്കണം, അതേമാതിരി ദണ്ഡാർഹരെ ദണ്ഡിക്കണം. ഇത് രണ്ടും ചെയ്ത് മനസ്സിന് മുഷിപ്പ് വരും. അപ്പം ഈ മുഷിപ്പ് വരാതെ, മലപ്പ് വരാതെ, പാപബോധമില്ലാതെ, തൻ്റെ തീരുമാനം തെറ്റായി പോകരുത്, ഇതിനെല്ലാം കൂടിയിട്ടുള്ള ഒരൊറ്റ വഴി എന്താ? ഇമം ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹമഹത യോഗോ നഷ്ടഃ പരന്തപ. രാജാക്കന്മാർ, സിംഹാസനത്തിൽ ഇരിക്കുന്നവരെല്ലാവരും ഋഷികളുമായിരുന്നു. ആ ഋഷിത്വം അവർക്ക് കൈവന്നത് എന്താ? പരമാത്മവിദ്യ, സാഖ്യവിദ്യ നല്ല പോലെ മനസ്സിലാക്കി അകർത്തൃത്വം, അഭോക്തൃത്വം, താൻ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തനിക്ക് കർത്തൃത്വമില്ലാത്ത ഒരു നില സമ്പാദിച്ചേ രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ. ഇത് ബ്രാഹ്മണർ ഒരു ഭാഗത്ത് ശാന്തമായ തപസ് ചെയ്ത് തപോവൃത്തിയിൽ കഴിയുന്നവർ സാക്ഷാത്കരിച്ചു. അവരാണ് ഉപനിഷത്തുകളെല്ലാം രചിച്ചതും കാട്ടിൽ ഏകാഗികളായി താമസിച്ച് തപോധനന്മാരായി കുടീരവാസികളായി കൂടിയതും. ക്ഷത്രിയന്മാർക്കും അതേ വിദ്യ കൈവശമായിരുന്നു. പക്ഷെ അവരുടെ പ്രവൃത്തി നിഷ്ഠുരമാണ്, പലപ്പോഴും ക്രൂരമാണ്, ദാരുണമാണ്. ധൃതരാഷ്ട്രൻ വിവരിച്ചതുപോലെ ആ ദാരുണ പ്രവൃത്തി ചെയ്യുമ്പോഴും ഉള്ളിലുള്ള ഈ നിസ്സംഗത, ആ ആത്മതലത്തിൽ ചെന്ന് വിശ്രമം കൊള്ളാനുള്ള ഒരു പഠിപ്പ് അവർക്ക് അത്യാവശ്യമായിരുന്നു. ആ പഠിപ്പ് അവര് നല്ല പോലെ പഠിച്ച് തഴക്കവും പഴക്കവും ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ പ്രയാണത്തിൽ എന്ത് സംഭവിച്ചു? അത് നഷ്ടപ്പെട്ടു പോയി. ആ ഒരൊറ്റ എണ്ണത്തിൻ്റെ കുറവാണ് അർജുനന് ഈ തകർച്ച വന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതരാ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ സ്യാലാഃ സംബന്ധിനസ്തഥാ. ആരോടുകൂടിയാണോ ഞാൻ യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്, ഒരിക്കലും ആവശ്യപ്പെടാത്തത്, അവരെല്ലാവരും കൂടി ഇവിടെ വന്നു നിൽക്കണു. അവരുടെ ഈ നിൽപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്താ? പ്രാണാം സ്ത്യക്ത്വാ ധനാനി ച. അവർക്ക് ഇന്ന് ജീവിതത്തിൽ സുഖബോധങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല, പ്രാണൻ തന്നെ പോവും. 45 ലക്ഷം പ്രജകളാണ്, 45 ലക്ഷം പടയാളികളാണ് പടക്കളത്തിൽ. അതിൽ എത്ര പേര് ബാക്കി വരും? ശത്രുഭാഗത്തു നിന്നുള്ളവരെ എല്ലാവരും, അവസാനം ദുര്യോധന അടക്കം എല്ലാവരും വധിക്കപ്പെടുന്നത് വരെ യുദ്ധം തുടരാതെ പറ്റില്ല. അപ്പം വിരലിൽ എണ്ണാവുന്നവരെ ബാക്കി വരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോയതിന് തുല്യമാണ്. അപ്പൊ പ്രാണനെ പോലും പരിത്യജിച്ചിട്ടാണ് അവർ വന്നു നിൽക്കുന്നത്. അതിൽ ആരൊക്കെ പെടും? ആചാര്യാഃ പിതരഃ പുത്രാഃ. ആചാര്യസ്ഥാനത്തുള്ളവര്, അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരെ മക്കള്. തഥൈവ ച പിതാമഹഃ മഹാഃ, മുത്തശ്ശന്മാരുമുണ്ട്. മാതുലാഃ അമ്മാമന്മാര്. ശ്വശുരാഃ ഭാര്യ, മാതാപിതാക്കൾ, അതിൽ ഭാര്യാപിതാവുണ്ട്. പൗത്രാഃ പൗത്രന്മാർ. സ്യാലാഃ ശ്യാലന്മാര്, അളിയന്മാര്. സംബന്ധിനസ്തഥാ, പല വിധത്തിലും രക്തബന്ധമോ വിവാഹബന്ധമോ ഉള്ളവരുണ്ട് അവിടെ. ഏതാന്നഹം തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോഃ കിം नु മഹീപതേ. ഏതാന്നഹം തുമിച്ഛാമി. അർജുനൻ ആരോടാ പറയുന്നത്? കൃഷ്ണനോട്. എൻ്റെ കൃഷ്ണ, എൻ്റെ പൊന്നു കൃഷ്ണ, ഞാൻ പറഞ്ഞത് ശരിയാ, അങ്ങ് എൻ്റെ തേരാളിയായിരിക്കണം. കൃഷ്ണനെ തേരാളിയാക്കി നിർത്തി എനിക്ക് കങ്കേമനാവണം എന്നുള്ള വിചാരവും പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് വേറെയാ. ഏതാന്നഹം തുമിച്ഛാമി. ഇവരിൽ ഒരൊറ്റ ആളെ പോലും കൊല്ലുന്നത് ഈ അർജുനനോ അർജുനന്റെ മനസ്സിനോ ഇഷ്ടല്ലേ. ഞാൻ യുദ്ധം ചെയ്യാം, സ്നേഹയുദ്ധം ചെയ്യില്ല, സ്നേഹിത യുദ്ധം ചെയ്യില്ല,
ശത്രുയുദ്ധത്തിന് തയ്യാറാണ് ഞാൻ, മിത്രയുദ്ധത്തിന് തയ്യാറില്ല, സംബന്ധി യുദ്ധത്തിന് തയ്യാറില്ല. ഘ്നതോപി മധുസൂദന, തമ്മിൽ ഭേദം ഞാൻ ഇവിടെ തന്നെ മരിച്ചോളാം. വെറുതെ അങ്ങോട്ട് ഇരുന്നു എതിരാളികൾ അമ്പെയ്ത എളുപ്പമാണല്ലോ അവർക്ക് എന്നെ കൊല്ലാൻ. അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ, 3 ലോകം കിട്ടും എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇതിന് തയ്യാറില്ല. കിം നു മഹീപതേ, പിന്നെയാണോ ഒരു തുണ്ട് ഭൂമി, ഹസ്തിനപുരം അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ ഭൂപ്രദേശം, അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ശരിയല്ല, യുദ്ധം ചെയ്യുന്നത് ശരിയല്ല. നിഹത്യഥാർത്ഥരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന, പാപമേവാശ്രയേതസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ. നിഹത്യ ധാർത്തരാഷ്ട്രാൻ നഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന. അല്ലേ ജനാർദ്ദന, ഈ ധൃതരാഷ്ട്രപക്ഷത്തിലുള്ളവരെ എല്ലാവരെയും കൊന്നൊടുക്കി. നമുക്ക് ഇവരോട് എല്ലാവരോടും ശത്രുതയുണ്ടോ? ഇല്ല. നമ്മളോട് ശത്രുതയുണ്ടോ? ഇല്ല. ദുര്യോധനും ഒരുപിടി ആൾക്കാരും നമ്മളോട് ശത്രുതയുള്ളവരായിരിക്കാം. ആ ശത്രുപക്ഷത്തിൽ അവർ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് അവർക്ക് വ്യക്തിയമോ വ്യക്തിഗതമോ ആയിരിക്കുന്ന ഒരു ശത്രുത നമ്മുടെ പേരിലില്ല. അപ്പൊ ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് കാ പ്രീതി, ആർക്കാണ് സന്തോഷം? ഈ അർജുനന് തെല്ലും സന്തോഷമില്ല ഇവരെ മുഴുവൻ കൊന്നൊടുക്കുന്നതിൽ. ഇവരെ കൊന്നാൽ, യുദ്ധം ചെയ്താൽ എന്ത് സംഭവിക്കും? പാപമേവാശ്രയേതസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ. പാപം മാത്രമേ നമ്മളെ പിടിപെടുള്ളൂ. പാപം വന്ന് നമ്മളെ മൂടിക്കളയും. ഇവർ ആയുധം ഉയർത്തി യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും ബന്ധുബാന്ധവന്മാരാണ്, മിത്രങ്ങളാണ്, ആദരണീയന്മാരാണ് എന്നുള്ള കാരണത്താൽ അവരെ വധിച്ചാൽ ശരിയാവില്ല. എൻ്റെ മനസ്സ് വ്യക്തമായി പറയുന്നു, ഇത് മഹാപാപത്തിന് വഴിവെക്കുന്നതാണ്. ആ പാപ കൂടാരമുണ്ടല്ലോ, കൂമ്പാരം, അതിലേക്കാണ് ഇത് വഴിവെക്കുന്നത്. തസ്മാന്നാർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. തസ്മാന്നാർഹ വയം ഹന്തും, ഇവരെ കൊല്ലുന്നതിന് നമുക്ക് ഒരർഹതയില്ല. അതിന് ഒരനുവാദവും ഒരു സമ്മതവും ഒരു സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. സ്വജനം ഹി കഥം ഹത്വ. ഇനി ഇവരെ കൊന്നൊടുക്കിയാൽ എന്താവും? ശത്രുക്കളൊക്കെ പോവും, നമുക്ക് രാജ്യം തിരിച്ചു കിട്ടും, അവരുടെ പക്ഷവും അവരുടെ ഭാഗവും കൂടി നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? സുഖവും സന്തോഷവും ഒക്കെ എപ്പോഴാ? വേണ്ടപ്പെട്ടവർ കൂടെ ഉള്ളപ്പോഴാ. എല്ലാം കഴിഞ്ഞു, കുടുംബാംഗങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വിരുന്നൂണല, എന്ത് സദ്യ, എന്ത് ഓണ, ഇതെവിടെയാ നടക്കുക? സന്തോഷമായിട്ട് ഊണ് കഴിക്കണമെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ വേണം. അങ്ങനെ എല്ലാവരെയും കണ്ട് തമ്മിൽ കണ്ടതിലുള്ള സന്തോഷം, എന്തെങ്കിലും നേരം പോക്കും കാര്യം പോക്കും ഒക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് കളിച്ചും ചിരിച്ചും ഉല്ലാസമായി കഴിയേണ്ടതാണ്. അതിനൊന്നും ഉണ്ടാവില്ല. സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ. അല്ലേ മാധവ, സ്വജനങ്ങളെ കൊന്നതിന് ശേഷം പിന്നെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നാണോ തോന്നണത്? ഇല്ല. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദ് അസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി. ഒരു പക്ഷെ അവർ ആലോചിക്കുന്നില്ല, കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല ഈ യുദ്ധം കൊണ്ട് എന്താണ് ഭവിഷ്യത്ത് വരാൻ പോകുന്നത് എന്ന്. അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അവർക്ക് ധാരണക്കുറവ് കൊണ്ടോ അല്പജ്ഞാനം കൊണ്ടോ പിഴച്ച ജ്ഞാനം കൊണ്ടോ അപൂർണ ജ്ഞാനം കൊണ്ടോ ആവാം അവരിൽ ഈ തിമിർപ്പ്. നമുക്കങ്ങനെ ഇല്ലല്ലോ കൃഷ്ണ. അപ്പൊ അവര് അറിയാതെ ചെയ്യാൻ പോകുന്ന തെറ്റ് നാം വേണ്ടതുപോലെ അറിഞ്ഞ് ഉദ്ബുദ്ധരായിരുന്ന് നമ്മൾ എങ്ങനെ ചെയ്യുന്ന ചോദിക്കുന്നത്. എല്ലാറ്റിലും ഉണ്ടല്ലോ ഈ യുക്തി. മഹാഭാരതത്തിലുള്ള ഏത് ഭാഗം എഴുതി വായിച്ചാലും പറയുന്നതിലൊക്കെ യുക്തി ഇങ്ങനെ അടിക്കടി അടക്കുപെട്ടിയിൽ വയ്ക്കുന്ന മാതിരിയാ വയ്ക്കുന്നത്. അർജുനന്റെ പറച്ചിൽ ആലോചിച്ച് നോക്കൂ. ലോഭോപഹത ചേതസഃ. അവർക്ക് ലോഭമാണ്. ലോഭം എന്ന് പറഞ്ഞാലോ അത്യാർത്ഥി. അതിനാൽ അപഹത ചേതസഃ, അപഹരിക്കപ്പെട്ടത്, ധ്വംസിക്കപ്പെട്ട മനസ്സോടുകൂടിയവരാണ്. അങ്ങനെ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം.
ഈ യുദ്ധം ചെയ്താൽ നമുക്കുണ്ടാവാൻ പോകുന്നത് കുലം മുഴുവനും നശിക്കൂലോ. ഇപ്പൊ തനിക്ക് അർഹതയില്ലാത്ത പകുതി രാജ്യം, അതും പോരാ, തട്ടിയെടുത്തു, അതും കിട്ടണം. ചോദിക്കുമ്പോൾ തെല്ല് പോലും കൊടുക്കില്ല. 6 ഗ്രാമം പോലും നിഷേധിച്ചു. അപ്പൊ ആ ലോഭമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ആ ലോഭാക്രാന്തതയാൽ കുലക്ഷയകൃതം ദോഷം, കുലം നശിക്കൂലോ എന്നുള്ള ദോഷം, മിത്രദ്രോഹേച പാതകം, മിത്രങ്ങളെല്ലാം അവരെ എല്ലാവരെയും ഉപദ്രവിക്കുന്നുണ്ടല്ലോ, പാതകം അതും. കഥം നജ്ഞേയമസ്മാഭിഹി പാപാദസ്മാൻ നിവർത്തിതും. അവരത് കാണുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ലോഭമില്ലല്ലോ കൃഷ്ണ. യുധിഷ്ഠിരൻ പറഞ്ഞയച്ചില്ലേ 5 ഗ്രാമം മതിയെന്ന്. അപ്പൊ തീരെ ലോഭമില്ലല്ലോ നമുക്ക്. അപ്പൊ ലോഭത്തിന് വിധേയമായി അവർ കൊടുംപാപം ചെയ്യാൻ പുറപ്പെടുമ്പോ ലോഭമില്ലാത്ത നമ്മള്, ശുദ്ധമനസ്കരായ നമ്മള് അവരെ പോലെ എങ്ങനെ പെരുമാറണം? പ്രഭശ്യദ്ഭിർജനാർദ്ദന. ഈ കുലം ക്ഷയിച്ചാൽ എന്താ വരിക? ഇപ്പൊ നടക്കുന്ന യുദ്ധം ഇരുപക്ഷക്കാർ തമ്മിലാവാം. അതിൻ്റെ ഭവിഷ്യത്തും പരിണത ഫലമോ അയ്യോ സഹിക്കാൻ പറ്റില്ല. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ. ധർമ്മിഷ്ഠരായിരിക്കുന്ന ഒരു കൂട്ടര് അത് പരമ്പരാഗതമായി അങ്ങനെ ജീവിച്ചു വരുന്നു. ഒരു ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും രാജ്യത്തിലായാലും. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചിലത് പറയണു ഞങ്ങളുടെ പാർട്ടിയിൽ നേതാവില്ല. ഏറ്റവും വലിയ പാർട്ടി പറയാ ഞങ്ങൾക്കൊരു നേതാവില്ല. എവിടെ പോയി നേതൃനിര? ഗുണങ്ങളോടുകൂടി ഒരു നല്ല മനുഷ്യൻ വന്ന് ജനിക്കുന്നത് എളുപ്പമല്ല. അപ്പൊ നല്ല കുലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല കുലാണെന്ന് അങ്ങനെ വിചാരിക്കരുത്. പേരും പ്രതാപവും പ്രസിദ്ധിയും കാര്യങ്ങൾ നടത്താനുള്ള ശേഷി, വിവേകം, ക്രാന്തദർശിത്വം ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ അത് എളുപ്പമല്ല. അപ്പൊ അങ്ങനെയുള്ള കുലങ്ങളെല്ലാം കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ. വളരെ കാലമായി സ്ഥിരമായി നിന്നുകൊണ്ടിരിക്കുന്ന കുലധർമ്മങ്ങൾ മുഴുവൻ നശിക്കും. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. ആ കുലധർമ്മങ്ങളെല്ലാം നശിച്ചാലോ സർവ്വദിക്കിലും അധർമ്മം വ്യാപിച്ചിരിക്കും. ആ അധർമ്മത്തിനെ ചെറുത്തു നിൽക്കാനോ തോൽപ്പിക്കാനോ ധർമ്മം സ്ഥാപിക്കാനോ ആളുണ്ടാവില്ല. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. പ്രദുഷ്യന്തി കുലസ്ത്രീയഃ. കുലസ്ത്രീകൾ പോലും നശിച്ചു പോകുന്നു. ഇപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും ബലാത്സംഗം അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കണു. ഇതിന് പകുതിയിലേറെ കാരണക്കാർ സ്ത്രീകളാണ്. എന്താ കാരണം? അവർക്ക് എങ്ങനെ വേഷം ധരിക്കണം എന്നറിയില്ല. പുരുഷന്മാർക്ക് അടക്കം കുറവാ. ജന്മസിദ്ധമായിട്ട് അടക്കമുള്ള പുരുഷന്മാർ വളരെ കുറയും. ചില ദിക്കിൽ ചില പരസ്യങ്ങളുണ്ട്. എന്താ പരസ്യം എന്നറിയോ? എവിടെയോ ചില പരസ്യങ്ങൾ കാണാം. മുഴുവനാ കാണുന്നത്. എന്നിട്ടൊരു സാരി ഒരു വസ്ത്രവും തൂങ്ങി കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കാം ഇവരുടെ ഷോപ്പ് ചെന്നാൽ കിട്ടുന്നത് മുതുവോ അതോ വസ്ത്രമോ എന്ന്. എന്തിനാ പരസ്യം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. വസ്ത്രത്തിനുള്ള പരസ്യം വസ്ത്രത്തിനെയാണ് കാണിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ നിങ്ങൾ അനുവദിച്ചാൽ സ്ത്രീകൾക്കൊരു അഭിമാനം വേണ്ടേ? ഞങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഒരു 100 200 സ്ത്രീകൾ തെരുവിലിറങ്ങി ഹൂ ഹൂ എന്ന് പറഞ്ഞാൽ ഈ പരസ്യങ്ങൾ പിന്നെ ഒരൊറ്റ എണ്ണം ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. സ്ത്രീകൾക്ക് അടിമയാണ് പുരുഷന്മാരെന്ന്. അവര് മീശയൊക്കെ വെച്ചിട്ട് നടന്നോട്ടെ, ഒരു കാര്യവുമില്ല. ഇവര് ദുർബലരാണ്. ഇവിടെ സ്ത്രീ പെറ്റുണ്ടാക്കിയ സന്താനേ ഉള്ളൂ. പുരുഷൻ പെറ്റ ഒരൊറ്റെണ്ണത്തിന് ഇവിടെ കാണില്ല. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷൻ പ്ലസ് ആണ്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ കുലസ്ത്രീകളെ നശിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. ആ നാശം ഒരിക്കലും നിങ്ങൾ അനുവദിക്കരുത്. പുരുഷന്മാർക്ക് ചിലപ്പോഴൊക്കെ ചില ഇടയിളക്കങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. പക്ഷേ സ്ത്രീകൾ തടുത്തു നിർത്തണം. വെയിൽ തന്നെ പഞ്ചതിന്യ എന്ന് പറഞ്ഞ ഏർപ്പാടാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പൊ കുലസ്ത്രീകൾ നശിച്ചു പോകും. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. ആശ്രമത്തിൽ പോലും ചിലർ വരും. അടുത്ത് വന്നാൽ ഞാൻ പറയും എന്താ അങ്ങനെ വേഷം ധരിച്ചിരിക്കുന്നത്? ആരെങ്കിലും ഒരു ഫാഷൻ ഡിസൈനർ ഇവിടം വരെ അങ്ങോട്ട് കട്ട് ചെയ്യും. അവിടെ പോയി അത് മേടിച്ചു. അങ്ങവർക്ക് കട്ട് ചെയ്ത് മിണ്ടാതെ ഇരിക്കേ വേണ്ടൂ.
അത് ഇട്ട് നടക്കണത് ഓരോരുത്തരുമാണ്. ഈ കട്ട് ചെയ്തവനത് ഇട്ടുകൊണ്ട് നടക്കണുണ്ടോ? അപ്പം അത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കണം. ഈ ഫാഷൻ ഡിസൈനിങ് വലിയ ചെകുത്താനാ അത്. ഞാൻ ബാംഗ്ലൂർ ചെന്നു, ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഒരു ചെയർ തന്നു. ആ ചെയർ എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ചാൽ ലെവലായിരിക്കുന്ന ഒരു രണ്ട് കൈയാണതിന്. ആ ചെയർ ഇങ്ങനെയായിരിക്കണം. അപ്പം നമ്മുടെ കൈ അങ്ങനെ ആവണമെന്നോ? എന്താ അതിൻ്റെ അർത്ഥം? പിന്നെ പിൻഭാഗം ഇങ്ങനെ വട്ടത്തിൽ അർദ്ധവൃത്തത്തിലാണ് കട്ട് ചെയ്യുക. അപ്പം നമ്മുടെ മുതു അങ്ങനെയാവില്ല. ഇരിക്കുന്ന സ്ഥലം അതും ഇങ്ങനെ കാവടി പോലെയാണ്. അപ്പം മനുഷ്യനെ മണ്ണും ചാണകവും അല്ലാതെയാക്കി തീർക്കുന്ന ഫർണിച്ചറാണ് നമ്മുടെ ഫർണിച്ചർ. ഇരിക്കുന്ന സ്ഥലം ലെവലായിരിക്കണം. ഭൂമിയിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് ലെവലായിരിക്കണോ? അത് വേണ്ടാന്നുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കിയാൽ കാണാൻ നല്ലത്. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം. ഇതാണ് നമ്മുടെ ഫാഷൻ ഡിസൈനർമാരുടെ ഏർപ്പാട്. നേരെ മറിച്ച് അവർ ശാസ്ത്രീയമായി നല്ല നല്ല ഫാഷൻ ഉണ്ടാക്കി അതിൻ്റെ കണക്കും കൃത്യവും മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിലോ, that will become an important and adorable part of our great human civilization. വളരെ ശ്ലാഘ്യമായ നമ്മുടെ സഭ്യതയുടെ ശ്ലാഘ്യമായിരിക്കുന്ന ഒരു ഭാഗമായി തീരും. അപ്പൊ കുലസ്ത്രീകൾ നശിച്ചു പോകും. സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. സ്ത്രീകൾ നശിച്ചു പോയാൽ പിന്നെ ഏത് സ്ത്രീ ആരുടെ പിന്നാലെ പോയി, ഏത് പുരുഷൻ ഏത് സ്ത്രീയുടെ പിന്നാലെ വന്നു എന്നുള്ളതിന് ഒരു പ്രമാണവും ഉണ്ടാവില്ല. അപ്പൊ ആകെ മൊത്തം ഒരു സങ്കരമുണ്ടാവും, വർണ്ണസങ്കരം. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ. വർണ്ണസങ്കരം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മമാർക്കും പിതാമഹന്മാർക്കും എല്ലാവർക്കും ശ്രാദ്ധം ചെയ്യാനായി ആൾക്കാരുണ്ടാവില്ല. ശ്രാദ്ധം ചെയ്യാൻ അതിനു വേണ്ടി ഒരു പ്രത്യേക വാസനാബലം വേണം, മന്ത്രങ്ങൾ ചൊല്ലണം, അത് ചെയ്യണം എന്നൊരു തോന്നൽ വേണം. ആ വക കാര്യങ്ങളും വ്യവസ്ഥകളും എല്ലാം പോവും. എന്നിട്ടോ പിണ്ടങ്ങളെല്ലാം ലുപ്തമായി മുകളിലുള്ളവരടക്കം താഴത്തേക്ക് വരും. ദോഷൈരേതൈഃ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. പരമ്പരാഗതമായി നാം പരിശീലിച്ചു പോന്നിട്ടുള്ള ചില കുലം ഗോത്രധർമ്മങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇല്ലാതെയായി ലോകം പിടിച്ചപ്പോൾ ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് പലരും ശ്രാദ്ധ കൂട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? അതൊരു വയ്യാവിലിയ. അവർ പഠിച്ചിട്ടുള്ളതൊക്കെ നാഗരികമായ വിദ്യാഭ്യാസവും ശൈലിയുമാണ്. ഏത് ജനസമുദായവും നന്നാവണത് എപ്പോഴാണ്? അവർക്ക് മുമ്പിലുള്ളവരോട് കൂറും കടപ്പാടും തോന്നുമ്പോഴാണ്. നിങ്ങൾ എത്ര കേമന്മാരായിക്കോളൂ, ആ കേമത്വം നിങ്ങൾക്ക് കിട്ടിയത് നല്ല അച്ഛനമ്മമാർക്ക് കുട്ടിയായ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് അവർ നല്ല പോലെ വളർത്തിയതിൻ്റെ പേരിലാണ്. ഇന്നത്തെ കാലത്ത് ചില കുട്ടികൾ പറയും അച്ഛനെയും അമ്മയും നോക്കിയിട്ട്, അതെ നിങ്ങൾ പഠിച്ച ഇംഗ്ലീഷൊന്നും അല്ല ഞാൻ പഠിക്കണത്, ഇംഗ്ലീഷിലും വ്യത്യാസമുണ്ടപ്പ. അച്ഛനമ്മമാർക്ക് ബുദ്ധി പോരാ, എനിക്ക് ബുദ്ധി കൂടുതലാണ്. അപ്പൊ കൂടുതൽ ബുദ്ധിയുള്ള മകനെ പ്രസവിക്കാൻ മാത്രമുള്ള ഭാഗ്യമോ പ്രാപ്തിയോ അച്ഛനമ്മമാർക്കുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആ കുട്ടിക്കില്ല. അച്ഛനമ്മമാർക്ക് ബുദ്ധി ഉണ്ടായിക്കൊള്ളണം എന്താ? ബുദ്ധിയുള്ള കുട്ടികളെ പെറ്റു വളർത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായാൽ മതിയല്ലോ. ഓരോ അടുത്ത തലമുറയും പൂർവ്വ തലമുറകളേക്കാൾ കേമന്മാരാണ് ആവേണ്ടത്. അവരെവിടെ നിന്നോ അവിടുന്നാണ് നമ്മൾ പുറപ്പെടുക. അപ്പൊ എവരി നെക്സ്റ്റ് ജനറേഷൻ ഈസ് സപ്പോസ് ടു ബി ആൻ ഇംപ്രൂവ്മെന്റ് ഓൺ ദ പ്രസന്റ് വൺ. അങ്ങനെയാണ് ഇതിൻ്റെ വ്യവസ്ഥ. നമ്മേക്കാൾ മുതിർന്നവരോട് നമുക്ക് കൂറ കടപ്പാട്. ഇതിനാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത്. ആ പഞ്ചമഹായജ്ഞത്തിൽ ദേവന്മാർക്കുള്ളതുണ്ട്, പിതൃക്കൾക്കുള്ളതുണ്ട്, മനുഷ്യർക്കുള്ളതുണ്ട്, ഭൂതങ്ങൾക്കുള്ളതുണ്ട്, മഹർഷിമാർക്കുള്ളതുണ്ട്. ഈ ഭഗവത്ഗീത മുതലായിട്ടുള്ള ശാസ്ത്രം, രാമായണം, മഹാഭാരതം ഇതൊക്കെ നമുക്ക് എഴുതി തന്നത് ആരാ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മുത്തശ്ശനൊന്നും എഴുതിയിട്ടില്ല, അതിന് പ്രാപ്തിയില്ല. കവിഞ്ഞത് അദ്ദേഹം ഒരു തുണ്ട് ഭൂമി മേടിച്ചിട്ടുണ്ടാവും, ഒരു 4 കെട്ടും പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ നമുക്ക് പൊളിക്കാനേ ഉള്ളൂ, അത് നമുക്ക് ഇഷ്ടമില്ല. അപ്പോൾ എക്കാലത്തും നിലനിൽക്കുമാറുള്ള ശാശ്വത മൂല്യങ്ങൾ, സമ്പത്തായിട്ടുള്ള കാര്യങ്ങൾ രചിക്കണമെങ്കിൽ അതിന് ക്രാന്തദർശികളായിരിക്കുന്ന മഹർഷികളും തപോധനന്മാരും തന്നെ വേണം. വേദവ്യാസൻ ഒരു മഹാഭാരതം എഴുതി, വാൽമീകി മഹർഷി ഒരു രാമായണം എഴുതി, വ്യാസദേവൻ വേദങ്ങളെ 4ആയി പങ്കുവച്ച് 4 കൂട്ടക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതങ്ങനെ പകർന്ന് വന്ന് അതിൽപ്പെട്ട ഉപനിഷത്താണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. അപ്പൊ ഈ ഉപനിഷത്തുകളൊക്കെ രചിച്ചിട്ടുള്ളതായ ആ വിശേഷപ്പെട്ട മഹാത്മാക്കളോട് നമുക്കൊരു കൂറും കടപ്പാടും വേണ്ടേ?
വല്ലപ്പോഴൊക്കെ ഒന്ന് ഓർമ്മ വെച്ച് ഒരു ഋഷി തർപ്പണം കഴിച്ചൂടെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവോ? കൂറില്ലാത്ത മനുഷ്യജന്മമോ? എന്തിനു കൊള്ളാമത്? നിങ്ങൾ ഒരാളെ ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം വേറെ ഒരാൾ ഉണ്ടാക്കിയതാണ്. കഴിക്കുന്ന ഭക്ഷണം ആരോ നട്ടു നനച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമുക്ക് മറ്റുള്ളവരോട് കൂടി വാഴുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഓരോ വ്യക്തിക്കും ജനസമുദായത്തോടെന്ന പോലെ പൂർവ്വ തലമുറകളോടും ദിവ്യമായിരിക്കുന്ന ഘടകങ്ങളോടും പഞ്ചഭൂതങ്ങളോടും പഠിപ്പും യോഗ്യതയുമുള്ളവരോടും എല്ലാവരോടും നമുക്കൊരു കടപ്പാടുണ്ട്. ലോകത്തിലെ എല്ലാവരും ശാസ്ത്രജ്ഞന്മാരാവില്ല, പണ്ഡിതന്മാരാവില്ല. നാം ഒരു ഭരണഘടനയുടെ കീഴിലാണ് ജീവിക്കുന്നത്. ആ ഭരണഘടന ഉണ്ടാക്കിയത് ഭാരതത്തിലുള്ള കോടാനുകോടി ജനങ്ങളല്ല. ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കി അതിലേതാനും അറിവുള്ളവർ ഒന്നിച്ചുകൂടി ലോകത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ചിലതൊക്കെ എടുത്തു നോക്കി, എന്നിട്ട് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ മാതൃകയിൽ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചില്ല. ആ സമയത്ത് പൂർവജന്മാരോടുള്ള കൂറ് അവരുടെ മനസ്സിൽ ഉദിച്ചില്ല. നമുക്ക് ബഹുസഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സംസ്കാരമുണ്ട്, ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് 24,000 ശ്ലോകങ്ങളടങ്ങുന്ന രാമായണം, 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം. ഈ കണ്ട വർഷങ്ങളായി ഒരക്ഷരം പോലും മാറാതെ തുടർന്നു വരുന്നു. നാം ഇന്നും ആ ഭാഷ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അതിലുള്ള ഭാവങ്ങളും വിചാരങ്ങളും വീക്ഷണകോണുകളും ചർച്ചകളും അപഗ്രഥനങ്ങളും നിഗമനങ്ങളും നിർണായകമായ പ്രസ്താവനകളും എല്ലാം തന്നെ നമുക്ക് അർത്ഥമാവുന്നു, മനസ്സിലാക്കുന്നു. പലരും അത് പിന്തുടരുന്നു, അനുധാവനം ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് എങ്ങനെ സാധിക്കണു? അപ്പം അത് ഉണ്ടാക്കി തീർത്ത മഹർഷിമാരോടും നമുക്കൊരു കടപ്പാടുണ്ട്. അങ്ങനെ 5 വിധത്തിലുള്ള യജ്ഞങ്ങളാണ്. ആ യജ്ഞത്തിൽ കുലധർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി വരും. ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ അനിയതം വാസോ ഭവതീത്യനുശുശ്രുമ. കുലധർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകരാറായി അവതാളത്തിലായാൽ നരകേ അനിയതം വാസോ, നരകത്തിൽ അനിശ്ചിത കാലത്ത് നമുക്ക് താമസിക്കേണ്ടി വരും. ഭവതീത്യനുശുശ്രുമ, ഇങ്ങനെയാണ് ഞാൻ പഴമക്കാർ പറഞ്ഞു കേട്ടിരിക്കണേ എന്ന് ആര് പറയുന്നു? അർജുനൻ ആരോട്? തേരാളി കൃഷ്ണനോട് പറയുകയാണ്. നരകത്തിലാകും പിന്നെ എല്ലാവരും താമസം. അർജുനൻ പറയണ കേട്ടാൽ അർജുനനും കൃഷ്ണനും അടക്കം എല്ലാവരും നരകത്തിലാവും എന്നാണ് അർജുനന്റെ വാദം. ഇത്രയും പറഞ്ഞൊപ്പിച്ചതിന് ശേഷം തൻ്റെ ധാരണകൾ മുഴുവൻ പുറത്ത് പ്രകടമാക്കി അർജുനൻ ഒരു സമാപന വാക്യം പറയുകയാണ്. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം യദ് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാ. അഹോബത മഹത്പാപം കർത്തും, അയ്യോ അയ്യോ കൃഷ്ണ, കൊടും പാപം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ് നമ്മള്. കൊടും പാപം. വ്യവസിതാവയം, അതിന് തീരുമാനിച്ച് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി 7 അക്ഷൗഹിണി സേനയെ ജംബൂദ്വീപത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമായി സംഭരിച്ച് ഒരു കൂട്ടക്കൊല ചെയ്യാനും കൂട്ടക്കൊലയ്ക്ക് വിധേയമാകാനുമാണ് നമ്മൾ വന്ന് നിന്നിരിക്കുന്നത്. എന്താ അതിന് കാരണം എന്നറിയോ? യദ്രാജ്യസുഖലോഭേന, നഷ്ടപ്പെട്ടതായ രാജ്യം തിരിച്ചു കിട്ടണം, സുഖഭോഗങ്ങൾ രാജകീയമായി അനുഭവിക്കണം. ഇത് രണ്ടിലുമുള്ള ലോഭമാണ് നമുക്ക്. ഹന്തും സ്വജനമുദ്യതാ, ഇതാണ് അർജുനന്റെ നിലപാട്. നാം ചെയ്യാൻ പോകുന്നത് കൊടും പാപമാണ്, കൊടും പാപമാണ്. ഇത് ആരാ പറയുന്നത്? ഒറ്റ അർജുനൻ. ആ അർജുനന്റെ പക്ഷത്തിലെ അറിവുള്ളവർ വേറെ ഇല്ലേ? ഉവ്വ്. യുധിഷ്ഠിരനില്ലേ? ഉവ്വ്. നകുലനും സഹദേവനുമില്ലേ? ആ. ഭീമനോ? ഉവ്വ്. അവിടുന്ന് അങ്ങോട്ട് മുതിർന്നവർ പലരും ഉണ്ടല്ലോ, അവർക്കൊന്നും ഇങ്ങനെ തോന്നുന്നില്ല. ഒറ്റ അർജുനന് മാത്രമേ തോന്നുന്നുള്ളൂ. യതിമാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേഹന്യു തന്മേ ക്ഷേമതരം ഭവേത്. മഹാപാപമാണ് നാം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ തീരുമാനം എന്താ? ഞാൻ പ്രതികാര ബുദ്ധിയില്ലാതെ മിണ്ടാതെ ഇവിടെ അങ്ങോട്ട് നിൽക്കും.
എൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും ഓൾറെഡി ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ശസ്ത്രപാണയ, എതിർഭാഗത്തുള്ളവർക്കോ ധാരാളം അസ്ത്രവും ശസ്ത്രവും കയ്യിലുണ്ട്. അവരെല്ലാവരും കൂടി ധാർത്തരാഷ്ട്രരണേ ഹന്യു, ഈ യുദ്ധത്തിൽ ഓടി വന്ന അമ്പൈ തന്നെ കൊല്ലാനാണ് പോണത് എന്നുണ്ടെങ്കിലോ തന്മേ ക്ഷേമതരം ഭവേ, അതാണ് എനിക്ക് കൂടുതൽ ക്ഷേമകരമായിട്ടുണ്ടാവുക. അർജുനന്റെ നിലപാട് അവസാനിപ്പിച്ച് പറയുകയാണ്. യതിമാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രരണേ ഹന്യു തന്മേ ക്ഷേമതരം ഭവേ. ആ അർജുനന്റെ സിൻസിയറിറ്റി, ആ ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ശങ്കരാചാര്യരുണ്ടല്ലോ, ഈ ഭാഗത്തിനൊന്നും അദ്ദേഹം ഭാഷ്യം എഴുതിയിട്ടില്ല. അദ്ദേഹം ഒരൊറ്റ വാചകത്തിൽ കഴിക്കുകയാണ്. സാധാരണ പ്രാപഞ്ചികന്മാർ അവർ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളെക്കുറിച്ച് പുലമ്പുന്നത് പോലെ അർജുനൻ പടക്കളത്തിൽ നിന്ന് പ്രാപഞ്ചികനായി പുലമ്പിയതാണ് ഇത് മുഴുവൻ. ഒറ്റ വാക്കിൽ കഴിച്ചു. ഭഗവത്ഗീതയിൽ എല്ലാം കൂടി 18 അധ്യായങ്ങളാണ്. ഓരോ അധ്യായത്തിനും ഓരോ യോഗം എന്നാ പേര്. യോഗശാസ്ത്രമാണ്. ആ യോഗശാസ്ത്രത്തിൽ 18 അധ്യായങ്ങളുള്ളതിന് ഓരോന്നിനും ഓരോ പേരാന്ന് പറഞ്ഞു. ആദ്യത്തെ അധ്യായത്തിന് വിഷാദയോഗം എന്നാണ് പേര്. എന്താ വിഷാദം എന്ന് പറഞ്ഞാൽ ദുഃഖം. ദുഃഖം എല്ലാവരും അനുഭവിക്കും. ആ ദുഃഖം കൊണ്ട് അവർക്കൊരു മെച്ചവും ഉണ്ടാവില്ല. എന്നാൽ നാം ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് ആ ദുഃഖത്തെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് അതിനെ വിലയിരുത്തി ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു, ഇത് ശരിയോ തെറ്റോ എന്നിങ്ങനെ തനിക്ക് പറ്റിയില്ലെങ്കിലും പറ്റിയിട്ടുള്ള ഏതെങ്കിലും തത്വജ്ഞാനിയുടെ അടുത്ത് ചെന്ന് ഞാൻ ഇങ്ങനെ വിഷമിക്കണു, ദുഃഖിക്കണു, എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, അത് വേണ്ടതുപോലെ ഒന്ന് അപഗ്രഥിച്ച് ഇതിൽ നിന്ന് മേപ്പോട്ട് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊന്ന് ചോദിച്ച് തത്വവിചാരം ചെയ്യാൻ പുറപ്പെട്ടാൽ വിഷാദയോഗമായി. അല്ലെങ്കിൽ അത് വെറും വിഷാദമായി പരിണമിച്ച് നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഒന്ന് മനസ്സിലാക്കിക്കോളൂ, നാം മനുഷ്യരാണ്. നമുക്കൊരു മനസ്സുണ്ട്. മനസ്സിൻ്റെ കൂടെ ഒരു ബുദ്ധിയുമുണ്ട്. മനസ്സാണ് ഈ വിഷാദം ജനിപ്പിക്കുന്നത്. എങ്ങനെ മനസ്സ് വിഷാദിക്കുന്നുവോ അതുപോലെ ഈ മനസ്സിനെ വിഷാദത്തിൽ നിന്ന് ഉയർത്താനും സാധിക്കും. അതിന് എന്തു വേണം? മനസ്സിൻ്റെ ചേട്ടച്ചാരുണ്ടല്ലോ, ആ ബുദ്ധി ആലോചനാ നിർഭരമാണത് എപ്പോഴും. ആ ബുദ്ധി കൊണ്ട് ചെയ്യുന്നതാണ് തത്വവിചാരം. തത്വവിചാരം ചെയ്തു പോയാൽ എത്ര വലിയ ദുഃഖത്തിനും ആ ദുഃഖത്തിൻ്റെ അടിത്തട്ടിൽ പരിഹാരമുണ്ട്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സാധാരണ അർജുനൻ ഇങ്ങനെ പുലമ്പിയപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ശരി തന്നെയാ അർജുന, പറയണത് ശരിയാ, എന്താ ചെയ്യുക? തൽക്കാലം നമുക്കിത്തിരി പോയിട്ട് എന്തെങ്കിലും സോഡയോ അല്ലെങ്കിൽ കൊക്കോക്കോലയോ ഒക്കെ ഒന്ന് മേടിച്ച് കഴിക്കുക, ഇത്തിരി നേരം കഴിഞ്ഞ് മടങ്ങി വരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയാൽ ആ ദുഃഖം ദുഃഖമായിട്ടേ ഇരിക്കും. ആ ദുഃഖതലം മനസ്ഥലത്തിലാണ് ദുഃഖം. ആ ദുഃഖത്തിനെ കുറിച്ച് വിമർശന ബുദ്ധിയാ തത്വവിചാരത്തോടു കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിലോ അപ്പൊ എന്തുവരും? പ്രകൃതം ഒട്ടാകിയാ മാറും. ശൂന്യമാകീർണതാമേതി മൃത്യുരപ്യുത്സവായതേ ആപത് സമ്പതി വാ ഭാതി വിദ്വജ്ജന സമാഗമേ. 16 വയസ്സുള്ള ശ്രീരാമനോട് വസിഷ്ഠൻ പറയുന്നതാണ് ഈ മഹാവാക്യം. ശൂന്യം ആകീർണതാമേതി, ശൂന്യമാണ് എന്ന് തോന്നുന്ന പരിതസ്ഥിതി പൂർണ്ണമായി തീരും. മൃത്യുരപി ഉത്സവായതേ, മരണം പോലും ഉത്സവ സദൃശമാകും. ആപത് സമ്പതി വാ ഭാതി, ആപത്ത് സമ്പത്തായിത്തീരും. എങ്ങനെയാണെങ്കിൽ വിദ്വജ്ജന സമാഗമേ, അറിവുള്ളവർ തത്വവേത്താക്കളുടെ സാന്നിധ്യത്തിൽ ഈ മാറ്റം സംഭവിക്കുന്നു. അതാണ് ഇപ്പൊ കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ഈ വിഷാദയോഗമായി തീരുകയാണ്. വിഷാദം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ തന്നെ പലപ്പോഴും വിഷാദം ഉണ്ടാവും. ആ വിഷാദ നിമിഷങ്ങൾ മാത്രമെങ്കിലും ഈ ഭൂമാനന്ദ സ്വാമിജിക്ക് നിങ്ങൾ ഇങ്ങോട്ട് തരണം. ആ വിഷാദം മാത്രം മതി എനിക്ക്. ഇതേമാതിരി തത്വവിചാരം ചെയ്താൽ അത് മാത്രം മതി നിങ്ങളെ യോഗികളാക്കാൻ. ആ ദുഃഖം വരുന്ന സമയത്ത് എന്തുകൊണ്ട് ദുഃഖം, എങ്ങനെ ദുഃഖം, അതിൻ്റെ അടിത്തട്ട് എന്ത്, അതിന് മീതെ പോവാൻ എന്താണ് വഴി എന്നിങ്ങനെയുള്ള ആലോചന, അതാണ് നമുക്ക് ആവശ്യം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഗ്രമാനസഃ. ഏവമുക്ത്വാ അർജുന സംഖ്യേ യുദ്ധത്തിൽ അർജുനൻ ഏവമുക്ത്വ ഇങ്ങനെ പറഞ്ഞ് രഥോപസ്ഥ ഉപാവിശത്
അതുവരെ നിന്നുകൊണ്ടിരുന്ന അർജുനന് നിൽക്കാൻ വയ്യ. ശരീരം ചുട്ടുനീറുന്നു, മനസ്സ് ചുറ്റിത്തിരിയുന്നു, വായിൽ ഉമിനീരില്ല, ദേഹം മുഴുവൻ പ്രകമ്പനം, ഗാണ്ഡീവം വഴുതി കയ്യിൽ നിന്ന് പോയി. ബുദ്ധി പറയുന്നു തെറ്റാണ്, പാപമാണ്, ചെയ്യരുത്, പുറപ്പെടരുത് എന്ന്. ഇനി എന്താ അവിടെ ബാക്കിയുള്ളത്? ഒന്നുമില്ല. ഉള്ളത് ആത്മാവാ, അതൊട്ടും അറിയൂല ആർക്ക്? അർജുനന്. അപ്പൊ അവിടെ അങ്ങോട്ട് ഇരുന്നു. വിസൃജ്യ സശരം ചാപം, തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും വിട്ട് ശോക സംവിഘ്ന മാനസഹ, അതികഠിനമായ ദുഃഖത്താൽ ആക്രമിക്കപ്പെട്ട മനസ്സോടുകൂടി അവിടെ അങ്ങോട്ട് ഇരുന്നു അർജുനൻ. കീഴ്ക്കട നടന്നിട്ടില്ലാത്തൊരു സംഭവം. വില്ലാളി വീരൻ 13 കൊല്ലമായി കൊതിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം തൻ്റെ മുൻപിൽ വന്ന് നിന്നപ്പോ കൃഷ്ണനോട് കുറേയൊക്കെ പുലമ്പി അമ്പും വില്ലും വിട്ട് തേർത്തടത്തിൽ തന്നെ അങ്ങോട്ട് ഇരുന്നു. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ്. എൻ്റെ അപ്പോ ഇതിലേറെ വല്ലതും ഉണ്ടോ? അത്രയും ആയപ്പോ കൃഷ്ണൻ സാരഥിയാണല്ലോ. സാരഥിക്ക് ഒരു വലിയ ദൗത്യമുണ്ട്. എപ്പോഴെല്ലാം രഥിക്ക് മലപ്പോ മുഷിപ്പോ എന്തെങ്കിലും പരാജയബോധമോ വരുന്നുണ്ടോ, അപകർഷത ബോധമോ വരുന്നുണ്ടോ, ആ സമയത്ത് തൻ്റെ മതിപ്പ് പോലെ, തൻ്റെ മഹിമ പോലെ, തൻ്റെ അറിവ് പോലെ ആ ആളെ ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം, ഒരു നിർബന്ധം സാരഥിക്കുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നത് ആധ്യാത്മികമായ ഒരു ദുഃഖമാണ്. അത് തീർക്കാനുള്ള ശക്തിയും അറിവും കൃഷ്ണൻ ഉള്ളത് കൊണ്ട് താനത് തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണൻ പുറപ്പെടുന്നത്. ഇതാണ് 2-ാം അധ്യായം. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദനഃ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. ഇത്രയും പറഞ്ഞതാ ഇരിക്കണു അർജുനൻ. കൃപയാവിഷ്ടം, അസാധാരണമായ അതിമഹത്തായ കൃപയാണ് തന്നെ അധീനപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വിധേയമായി അശ്രുപൂർണം, കണ്ണീരിങ്ങനെ ഒലിക്കുക. ആകുലേക്ഷണം, കലങ്ങി മറിഞ്ഞ ഒരു ദൃഷ്ടിയാണ്. വിഷീദന്തം, മനസ്സിനുണ്ടത്. വെറും മനോദുഃഖമല്ല. നിങ്ങൾക്കൊക്കെ ദുഃഖം വരാറുണ്ട്, പക്ഷെ അത് കണ്ണിലാരും കാണാറില്ല. എത്ര സമയത്ത് നിങ്ങൾ ദുഃഖിച്ച് കരയാറുണ്ട്? ഇവിടെ ദുഃഖം മാത്രമല്ല, കരച്ചിൽ മാത്രമല്ല, കണ്ണിൻ്റെ കലക്കം. അങ്ങനെ ഇരിക്കുന്ന വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. ആ അർജുനനെ നോക്കി പറഞ്ഞത് വാക്യമാണ്. വാക്യം എന്നുള്ളതിന് എന്താ അർത്ഥം? വളരെ സുചിന്തിതമായിരിക്കുന്ന സംസാരം. വല്ലതും പറയല്ല, വളരെ ആലോചിച്ചു നോക്കി, വളരെയധികം പ്രൗഢിയും പ്രതാപവും ഗാഠത, വളരെ ആഴവും വിസ്താരവും ഒക്കെയുള്ള മൂല്യ നിർഭരമായിരിക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച, കൃഷ്ണൻ പറഞ്ഞു. ആദ്യമായിട്ട് ചോദിക്കുകയാണ്, കരയുന്നവരെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ പോയി കണ്ടിട്ടോ? ആ ആളെ കണ്ടോ? നിങ്ങളും കരഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല, കരച്ചിൽ കൂടുതലേ ആവുള്ളൂ. അപ്പൊ കരയുന്നവരെ സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ വാസ്തവത്തിൽ ആ കരച്ചിൽ നമുക്ക് വരാതെ സാധിക്കുമെങ്കിൽ മന്ദസ്മിതമായ ഒരു മുഖത്തോടു കൂടി വേണം പോവാൻ. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ഒരു ശ്ലോകത്തില് 32 അക്ഷര, 2 ശ്ലോക പറഞ്ഞത്, 64 അക്ഷരം. വളരെ ചുരുക്കം വാക്കുകളെ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞ വാക്കാണ് ഭാരതത്തിൻ്റെ സാംസ്കാരികമായ ആഹ്വാനം. ഈ ലോകത്തിൽ പല ജനങ്ങളും പലതരത്തിലുമാണ് ജീവിക്കുന്നത്. പല പ്രകാരത്തിലുള്ള ദുഃഖവും വിഷമവും ഉണ്ടാവും, നമുക്കറിയാം. എല്ലാവരോടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ആഹ്വാനം എന്നേക്കുമുള്ളതാണ്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. ഈ 12-ാം മണിക്കൂറിൽ നിനക്ക് എവിടുന്ന് വന്നപ്പാ ഈ വിഷമം മുഴുവൻ? ഇത് കശ്മലമാണ്, ഇത് കൃപയല്ല, ദയവല്ല, ദാക്ഷിണ്യമല്ല. അർജുനൻ പറയുന്നത് മാതിരി കേമമായി, ശ്രേഷ്ഠമായി, ആരാധ്യമായിരിക്കുന്ന വിചാരങ്ങളൊന്നും അല്ലാതെ കശ്മലമാണത്. ഇത് ബലഹീനതയാണ്, ഹൃദയ ദൗർബല്യമാണ്.
കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി ചെയ്യാനുള്ള കരുത്തില്ല, ഉണർവില്ല, ഉത്സാഹമില്ല, വീണ്ടും വിചാരമില്ല, വിശേഷ ബുദ്ധിയില്ല, വിവേകമില്ല. ഇത് മനുഷ്യനെ അസ്ഥാനത്ത് പിടികൂടി മണ്ണും ചാണവുമാക്കി അല്ലാത്താക്കി തീർക്കുന്നതാണിത്. കശ്മലമിതം വിഷമേ സമുപസ്ഥിതം. 12 13 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ 13 കൊല്ലക്കാലം നാട്ടുകാര്യങ്ങളിലും രാജകാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരുന്ന് തപസ് ചെയ്യുന്ന കാലമായിരുന്നു. ആ സമയത്ത് ആലോചിക്കാമായിരുന്നില്ലേ ഈ യുദ്ധം സ്വജനങ്ങളോടുകൂടി നടത്തേണ്ടി വരുമെന്ന്? ദുര്യോധനൻ തന്നെ തൻ്റെ സഹോദരനല്ലേ? ബാക്കിയുള്ളവരെല്ലാവരും നിങ്ങളെ ഒരുമിച്ച് പഠിപ്പിച്ചവരാണ്. ഭീഷ്മനാകട്ടെ, ദ്രോണനാകട്ടെ, കൃപനാകട്ടെ, എല്ലാവരും തന്നെ. അവരൊക്കെ മറുപക്ഷത്തിൽ നിൽക്കുന്നുള്ളത് നിനക്ക് അറിയാമായിരുന്നല്ലോ. അപ്പം എന്തേ ചിന്തിക്കാത്തത്? ആ സമയത്തൊക്കെ കഴിഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന ഞാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. നാരായണീ സേനയെ ദുര്യോധനന് കൊടുത്തു. ഞാൻ മാത്രം വേണമെന്ന് നീയും ആവശ്യപ്പെട്ടു. നിന്റെ കൂടെ ഞാൻ വന്നു. തേരാളി ആവണമെന്ന് പറഞ്ഞു. ഞാൻ തേരാളിയായത് പട ചെയ്യിപ്പിക്കാനാണ്, പട വിട്ടോടാനല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് എവിടുന്ന് വന്നു അർജുന നിനക്ക്? ഇത് വന്നത് നല്ല കാര്യമാണോ? അല്ല. അനാര്യജുഷ്ടം. ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. ആര്യശബ്ദം നമ്മുടെ രാജ്യത്ത് എന്നോ ഉപയോഗിക്കാൻ തുടങ്ങിയതാ. ആ വാക്കിനർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. മഹാരാജാക്കന്മാരെ സംബന്ധിച്ച് ഡ്രാമയൊക്കെ എഴുതുമ്പോൾ കാളിദാസ പ്രഭൃതികളെല്ലാവരും എഴുതും ആര്യപുത്ര എന്നാണ് സ്ത്രീ ഭർത്താവിനെ അഭിസംബോധന ചെയ്യുക. നമ്മുടെ ബ്രിട്ടീഷുകാർ കുറെ കാലം നമ്മളെ ഭരിച്ചതിൻ്റെ പേരിൽ പറയുക ആര്യക്കാർ പുറമേന്ന് വന്നവരെല്ലാമാണെന്ന്. അത് നക്കി തുറയ്ക്കാനേ നമ്മളുള്ളൂ ഇവിടെ. എനിക്ക് നാണാവണു ഈ ഇന്ത്യക്കാരെ പറ്റിയിട്ട്. അയ്യേ, വൃത്തികേട്. നമ്മുടെ രാജ്യത്തിനെ പറ്റി പറയാൻ അവരാര്? ആരാണവര്? നമ്മുടെ ഭാഷ അവർ പഠിച്ചിട്ടുണ്ടോ? സംസ്കൃതം. നമ്മുടെ ഗ്രന്ഥങ്ങൾ അവർ വിലയിരുത്തിയിട്ടുണ്ടോ? എത്ര വൈസ്രോയിമാർക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ അറിയാം? ഏതെങ്കിലും ഒരു പണ്ഡിതനെ വെച്ച് ഈ രാജ്യത്തിൽ നമുക്ക് കൊള്ളാവുന്നതായ എന്തെങ്കിലും എഴുത്തുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ചൈനീസ് യാത്രക്കാർ വന്നു, അത് ഇതും കുറിച്ച് വെച്ചു. അത് ചരിത്ര ഗ്രന്ഥമായി തീർന്നു. അതിനു മുൻപ് മഹാഗ്രന്ഥം മഹാഭാരതം രചിച്ചു 5151 കൊല്ലം മുൻപ്. അതിനും സഹസ്രാബ്ദങ്ങൾ മുൻപ് രാമായണം രചിച്ചു. ആ 2 ഗ്രന്ഥം എഴുതിയതാണ്. അക്ഷരമാണ്, വാക്കാണ്, കാവ്യമാണ്. അതിൽ മഹാഭാരതത്തെയും നമ്മുടെ വിശേഷതകളെയും കുറിച്ച് നല്ല സമഗ്രമായ വിവരണമുണ്ട്. ഒരാൾ എഴുതാതെ ഈ കാവ്യം ഉണ്ടാവുമോ? ആ കാവ്യം ചിരന്തനമായി തലമുറകളോളം, എണ്ണമറ്റ തലമുറകളോളം നിലനിൽക്കുന്നുണ്ടല്ലോ. മനുഷ്യർ പഠിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്, അനുധാവനം ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, സാക്ഷാത്കരിക്കുന്നുണ്ട്. നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടീഷുകാരെ നേരിടാൻ ശക്തി നൽകിയത് വാൽമീകി എഴുതിയ ഒരു രാമൻ, ഒരു സീത, ഒരു ഹരിശ്ചന്ദ്രൻ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളുടെ ചെവിയൊക്കെ അടഞ്ഞിരിക്കുക. ഈ മഹാഭാരതം നമ്മുടെ കൃതിയല്ല എന്ന് പറയാൻ ലോകത്തിൽ ആരുണ്ട്? അത് എഴുതിയ ആളുടെ പേരൊരു പക്ഷേ നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്കറിയാം. ആ ഒറിജിനൽ ഗ്രന്ഥം നമ്മുടെ കയ്യിലില്ല. ഒരു സ്ഥലത്തും ലോകത്തിലില്ല. 5000 കൊല്ലം ചെന്നിട്ടുള്ള ഗ്രന്ഥം ഇവിടെയെങ്കിലും ഉണ്ടല്ലോ. വാൽമീകി എഴുതിയത് താളിയോല ഗ്രന്ഥമാണ്. അതിൻ്റെ സ്ഥാനത്ത് ലക്ഷോപലക്ഷം പ്രതികളാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പതിരായിരുന്നുവെങ്കിൽ ഇത്രയധികം സാഹിത്യം രാമായണത്തെ ചൊല്ലി മഹാഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിൽ നടന്നിട്ടുണ്ടാവുമായിരുന്നു. ആര്യശബ്ദം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായി ജീവിക്കുന്നവൻ, വിചാരത്തിനും വിവേകത്തിനും വിധേയമായി സദാ ചിന്തിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, മുന്നേറുന്നവൻ എന്നാണ് അർത്ഥം. പ്രവർത്തിച്ചതിന് ശേഷമല്ല വിചാരം, പ്രവർത്തിക്കുന്നതിന് മുൻപാണ് വിചാരം. ഉത്പന്ന പശ്ചാത്താപസ്യ ബുദ്ധിർഭവതി യാദൃശി താദൃശീ യതി ചേത് പൂർവം കസ്യ സ്യാത് മഹോദയഃ. വസിഷ്ഠ മഹർഷി രാമനോട് പറയുകയാണ്. എത്ര വയസ്സുണ്ട് രാമന്? 16 വയസ്സ്. ഉത്പന്ന പശ്ചാത്താപസ്യ ബുദ്ധിർഭവതി യാദൃശി. എന്തെങ്കിലും ഒരു അബദ്ധം നടന്നു, അതിനുശേഷം പശ്ചാത്തപിക്കുന്നു ഒരാള്. ആ പശ്ചാത്തപിക്കുന്നവന്റെ മനസ്സിൽ ബുദ്ധി എങ്ങനെ ചിന്തിക്കുമോ അതേമാതിരിയുള്ള ചിന്ത മുൻകാലത്തെ ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ആർക്കാണ് മഹോത്സവം സംഭവിക്കാതിരിക്കുക? Most people are wise after the event,
But our attempt should be to become wise before the event. And that is the habitual practice, pursuit of the Arya. ആര്യൻ ചിന്തിച്ചേ പ്രവർത്തിക്കൂ, വിലയിരുത്തിയേ മുന്നേറൂ, പരിശോധിച്ചു നോക്കിയേ സ്വീകരിക്കൂ. യുക്തിസഹമായിട്ടുള്ളത് സ്വീകരിക്കും, യുക്തിയല്ലാത്തത് ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും പുല്ല് പോലെ തള്ളിക്കളയും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ആര്യശബ്ദത്തെ അവർ പുറമേ നിന്ന് വന്നവരാ. ഇവിടെയൊക്കെ ദ്രവിഡന്മാരാണ്. രണ്ടാളും കൂടി യുദ്ധം ചെയ്തു. ആ യുദ്ധമാണ് ഋഗ്വേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. തത്തമ്മേ പൂച്ച പൂച്ച അത് കപ്പി തിന്നാൻ നമ്മൾ നാണാവില്ലേപ്പ. നമ്മുടെ ഇന്ത്യക്കാരുടെ ബുദ്ധിയോട് കടപിടിക്കാൻ ലോകത്തിൽ ഒരു ബുദ്ധിയില്ല. എന്തോ കാരണത്താൽ നമ്മൾ പുറം സയൻസിന് വേണ്ടി അത്ര പരിശ്രമിച്ചില്ല എന്ന് മാത്രം. നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ 476 AD ഉണ്ടായിരുന്നു. പൈ എന്ന് പറയുന്നതിന് വില കൽപ്പിച്ച ആള് ആര്യഭട്ടൻ. അതുമാതിരി പൂജ്യം എന്ന് പറയുന്ന കണക്ക് അക്കണ്ടല്ലോ, അത് ഇന്ത്യയുടെ സംഭാവനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ സംഭാവനയാണെന്ന്. കഥ പറയട്ടെ ഞാൻ. നമ്മുടെ വ്യാസദേവൻ ഒരു ഓർഫനായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹത്തിനെ വളർത്തിയത് ആരാന്ന് അറിയില്ല. ഈ വ്യാസദേവൻ ജനിച്ചത് ദ്വീപിലാണ്. അതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് പേരുണ്ട്. ആ ജന്മം എങ്ങനെ നടന്നു? പരാശര മഹർഷിയും ഒരു മുക്കുവ പെൺകുട്ടിയും തമ്മിലുള്ള സംയോഗം കൊണ്ടാണ്. ആ മഹർഷിക്ക് മുക്കുവ പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാതെ ഒരു ലൈംഗിക ആകർഷണം ജനിച്ചതാണോ? അല്ല. അദ്ദേഹം നോക്കിയപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി വിശേഷമായിട്ട് കണ്ടു. ഈ സമയത്തൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി അഭൂതപൂർവമായ തേജസ്സോടുകൂടി ക്രാന്തദർശിയായി തീരും എന്ന് മനസ്സിൽ തോന്നി. ആ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ എന്തോ കാരണത്താൽ ഭഗവാന്റെ വൈഭവമെന്നേ പറയാൻ പറ്റുള്ളൂ, ആ പെൺകുട്ടി അതിന് സമ്മതിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ നിമിത്ത രൂപത്തിലാണ് ഒരു സംയോഗം നടന്നത്. അതിൽ ജനിച്ച കുട്ടിയാണ് വ്യാസദേവൻ. നമ്മൾ ആര്യന്മാരോ അതോ അരാന്യന്മാരോ? നിങ്ങൾ തന്നെ പറയും. ഒന്ന് പറയണപ്പ. ആ ഗ്രഹസ്ഥിതിയെ നോക്കി. നമ്മൾക്കിവിടെ ജ്യോതിഷം എന്നൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെ പറ്റി 6 ശാസ്ത്രങ്ങളിൽ നമ്മുടെ ഉപനിഷത്തുകളിൽ പരാമർശമുണ്ട്. ഈ ജ്യോതിശാസ്ത്രം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഭൂമി ഒരു ഗോളമാണ്. ആ ഗോളം ഒറ്റയ്ക്കല്ല, അതിനെ വലയം ചെയ്ത് നിൽക്കുന്ന മറ്റു ഗോളങ്ങളുമുണ്ട്. ആ മറ്റു ഗോളങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. വിശ്വമാകെ സഞ്ചരിക്കുന്നില്ല. വിശ്വത്തിലുള്ളതെല്ലാം തന്നെ സംക്രമണമുള്ളതാണ്. ആ സംക്രമണം ആവർത്തന രൂപത്തിലാണ്. നമ്മുടെ അഭിപ്രായത്തിൽ സമയം എന്ന് പറയുന്നത് ലീനിയർ അല്ല, നീളത്തിൽ പോകുന്നതല്ല, ആവർത്തന രൂപത്തിൽ പോകുന്നതാണ്. നമ്മൾക്ക് ആദ്യമായിട്ടുള്ളത് ഒരു ദിനമാണ്. ആ ദിനം എവിടെ നിന്നുണ്ടായി? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് തിരിഞ്ഞ് ഒരു തിരിച്ചിൽ മുഴുവനാക്കാൻ എടുക്കുന്ന സമയമാണ് 24 മണിക്കൂർ. അതിൻ്റെ അംശങ്ങളാണ് മിനിറ്റ്, സെക്കൻഡ് മുതലായിട്ടുള്ളതൊക്കെ. അതിൻ്റെ വർദ്ധിത രൂപമാണ് സൂര്യപ്രദക്ഷിണത്തിന് വേണ്ടതാണ് ഒരു വർഷം. അപ്പം നമ്മുടെ സമയഗണന മുഴുവനും വസ്തുക്കളോടും വസ്തുക്കളുടെ ഗതിവിഗതികളോടും ഒപ്പിച്ചതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുംഭമേളകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അർദ്ധകുംഭമേള, അതിലും താഴുന്നത് കുംഭമേള, മഹാകുംഭമേള, ഇതൊക്കെ ഗ്രഹങ്ങളെ ചൊല്ലി കണ്ടുപിടിക്കുന്നതാണ്. ആ ഗ്രഹശാസ്ത്രം നല്ലോണം അറിയും. അങ്ങനെ നോക്കിയപ്പോൾ പരാശര മഹർഷി വെച്ച് നോക്കിയപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു സന്താനം ഉണ്ടാവേണ്ട കാലാണ്. ആ ഒരു കുട്ടി ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യും, അത് നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അന്യഥ തപസ്സുണ്ടല്ലോ, ബ്രഹ്മചാരി എന്നൊക്കെ പറയണത്, അത് കുറച്ചു നേരം അങ്ങോട്ട് മാറ്റിവെച്ച് ഈ പെൺകുട്ടിയുമായ ഒരു സംയോഗം നടന്നതിൽ ഉണ്ടായ കുട്ടിയാണ്. അപ്പം നല്ല കുട്ടികൾ എങ്ങനെ ജനിക്കും? അതുവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് ഉള്ളത്. സാമുദ്രികാലക്ഷണം എന്നൊരു ശാസ്ത്രമുണ്ട്. നിങ്ങളുടെ ശരീരത്തിനെ നോക്കി മൂക്ക് എങ്ങനെയുണ്ട്, കണ്ണെങ്ങനെയുണ്ട്, കൃഷ്ണമണിക്ക് എന്താ നിറം, കണ്ണിൻ്റെ തടമെന്ത്, കവിള് എങ്ങനെയുണ്ട്, അത് വട്ടത്തിലോ നീളത്തിലോ, വിരലൊക്കെ ഇങ്ങനെ തുമ്പ് കൂർത്തതോ മുരടിച്ച വിരലുകളാണോ, കാൽവിരലുകൾക്ക് നീളം എത്രയുണ്ട്, തോളെങ്ങനെ ഇരിക്കണം, ഇതൊക്കെ നോക്കിയിട്ട് വ്യക്തിയെ തന്നെ പഠിച്ചുണ്ടാക്കുന്ന സാമുദ്രിക ലക്ഷണങ്ങളുണ്ട്. നമ്മൾ ഉപായപ്പെട്ടവനൊന്നുമല്ല. സ്ത്രീകളെ പറ്റി വിശകലനം ചെയ്യുമ്പോൾ പത്മിനി, ശംഖിനി, ചിത്രിണി, ഹസ്തിനി കേട്ടിട്ടുണ്ടോ? 4 തരത്തിലാണ് സ്ത്രീകള്. പാശ്ചാത്യ ശാസ്ത്രം എടുത്തു നോക്കൂ, അതിലിങ്ങനെ വല്ല പരാമർശം ഉണ്ടോന്ന്.
ഈ 4 തരത്തിലുള്ള സ്ത്രീകളുടെ പകുതി ശരീരവും പകുതി മനസ്സുമാണ് ഗുണവിശേഷങ്ങൾ ഈ ലക്ഷണം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്. ആരാണ് പത്മിനി, ആരാണ് ശംഖിനി, ആരാണ് ചിത്രിനി, ഹസ്തിനി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തല കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളോ അതോ കാലും കയ്യും കൊണ്ട് ചെയ്യണതോ? അതാണ് ആര്യത്വം. അനാര്യജുഷ്ടം. ആര്യന്മാര് സമ്മതിക്കില്ല നിന്റെ ഈ നിലപാട്. ശ്രേഷ്ഠന്മാര് സമ്മതിക്കില്ല. ഞാനിതിന് സമ്മതം മൂളിയെന്നുണ്ടെങ്കിൽ സാരഥി സ്ഥാനത്ത് ഞാൻ പരാജിതനായിരിക്കും. അർജുന വേണ്ട, നമുക്ക് പൊയ്ക്കളയാമെന്ന് പറഞ്ഞ് തേരും തൊളിച്ച് ഞാൻ നിന്നെയും കൊണ്ടുപോയാൽ എല്ലാവരും എന്നെ കുറ്റം പറയും. അനാര്യജുഷ്ടം അസ്വർഗ്യം. നീ പറയണു യുദ്ധം ചെയ്താൽ നരകം കിട്ടും. എനിക്ക് പറയാനുള്ളത് യുദ്ധം ചെയ്താലേ സ്വർഗം കിട്ടുള്ളൂ എന്നാ. കണ്ടോ അഭിപ്രായ വ്യത്യാസം? അസ്വർഗ്യം അകീർത്തികരം അർജുന. നീ ചില ന്യായങ്ങളൊക്കെ പറഞ്ഞു. അവരെ ലോഭം പിടിപെട്ട് അവരപകടം കാണുന്നില്ലെങ്കിലും ലോഭാക്രാന്തത ഇല്ലാത്ത നമുക്ക് ഈ അപകടങ്ങളൊക്കെ കണ്ട് യുദ്ധം വേണ്ടെന്ന് വെച്ചൂടെ എന്നൊക്കെ യുക്തിസഹമായി എന്നോട് സംസാരിച്ചു. അതുമാത്രം കേട്ട് ഭ്രമിച്ച് മോഹിച്ച് മിണ്ടാതിരിക്കാനുള്ള പൊള്ളത്തമല്ല എന്നിലുള്ളതപ്പാ. എനിക്കറിയാം ആര്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ. ഈ ക്ലീബത്വം, ഈ നപുംസകത്വം, ഈ ഹൃദയ ദൗർബല്യം അതിന് നീ വിധേയനാകരുത്. നൈതത്വൈയുപപദ്യതേ. യുധിഷ്ഠിരൻ പലതവണയും യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു, എന്നോടും പറഞ്ഞു. അതിന് ഞാൻ പ്രത്യുത്തരങ്ങളും നൽകി. ആ യുധിഷ്ഠിരൻ എന്നോട് പലപ്പോഴും സംസാരിച്ചു. പക്ഷെ നീ ഒരിക്കലും പറഞ്ഞിട്ടില്ല യുദ്ധം വേണ്ടാന്ന്. ഇപ്പൊ ഓടി വന്ന അവസാനത്തെ നിമിഷത്തിൽ പറയുമ്പോ ഇത് നിന്റെ ഉള്ളിലത്തെ സ്വരമല്ല, ഇത് നിന്റെ അപൂർണ വ്യക്തിത്വത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. കുറച്ചും കൂടിയും ആഴത്തിൽ ചിന്തിക്കൂ, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലൂ, അപ്പൊ മനസ്സിലാവും കാര്യങ്ങൾ. ക്ലൈബ്യമാസ്മഗമഃ. ഇത്തരത്തിലുള്ള ക്ലൈബ്യത്തിന്, അൺമാൻലിനെസ് നീ വിധേയനാകരുത്. നൈതത്വൈയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഇത് ഹൃദയത്തിന്റെ ദുർബലതയാണെന്ന് മനസ്സിലാക്ക്. ക്ഷുദ്രമാണ്, തുച്ഛമാണ്, നികൃഷ്ടമാണ്, നീചമാണ് എന്ന് മനസ്സിലാക്ക്. ത്യക്തോത്തിഷ്ഠ പരന്തപ. ശത്രുക്കളെ ഇടവിടാതെ പടപൊരുതി ശരങ്ങളയച്ച് തോൽപ്പിക്കേണ്ടവനാണ് നീ. ആ വിചാരത്തോടുകൂടി ത്യക്തോത്തിഷ്ഠ. ഈ ഹൃദയ ദൗർബല്യം വിട്ട് എണീക്ക് എൻ്റെ അർജുന. നീ പറഞ്ഞത് കേട്ട് യസ് മൂളാൻ എനിക്ക് സാധിക്കില്ല. എനിക്കുമുണ്ട് ബുദ്ധി, എനിക്കുമുണ്ട് ആലോചന, എനിക്കറിയാം എന്താണ് ശ്രേഷ്ഠത എന്ന്. എൻ്റെ ദൃഷ്ടിയിൽ ഇതാണ് ശ്രേഷ്ഠത, നീ അശ്രേഷ്ഠനായി പെരുമാറുകയാണെന്ന്. ഇതാണ് നിങ്ങളോട് ഭാരതാംബയ്ക്ക് എന്നും നൽകാനുള്ള ആഹ്വാനം. നമ്മൾ മനസ്സ് തളർന്ന് ഒറ്റ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങരുത്. ആലോചിച്ചോളൂ. എത്ര വിഷമം വന്ന മനസ്സിനെയും തട്ടി ഉയർത്തി ആ വിഷമത്തെ തരണം ചെയ്ത് സധീരം നമുക്ക് ജീവിക്കാൻ സാധിക്കും. സ്ഥിരബുദ്ധിയോടുകൂടി മനസ്ഥൈര്യം സമ്പാദിച്ച് മനസ്സാന്നിധ്യത്തോടുകൂടി നമുക്ക് കഴിയാൻ പറ്റും. നമ്മുടെ ശരീരം മാത്രമേ വളർന്ന് 21ാമത്തെ വയസ്സിൽ വളർച്ച നിന്ന് അത് ക്ഷീണിക്കാൻ തുടങ്ങുന്നുള്ളൂ. മനസ്സിതാ ആകാശത്തോളം വിപുലമാവാൻ തയ്യാറായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്, അവസാന ശ്വാസം വരെ. ആകാശവല്ലേപവിദൂരഗോഹം. ശങ്കരാചാര്യൻ പാടുകയാണ് വിവേക ചൂടാമണിയിൽ. ആകാശവത് ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ നിർലിപ്തമാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സിനെ തറയ്ക്കാനോ തലോടാനോ ഒരൊറ്റ ആൾക്ക് സാധിക്കില്ല. ഞാൻ കാണുന്നത് കണ്ണുകൊണ്ട്. ആ കാഴ്ചകളുടെ ഒരു നിറവും ഒരു വലിപ്പവും എൻ്റെ ഉള്ളിൽ മനസ്സിനെ പിടിക്കുന്നില്ല. ഒരാനയെ കണ്ടാൽ നിങ്ങൾ ആനയാവുന്നുണ്ടോ? ആവണല്ലോ. ആനയെ കണ്ടാൽ ആനയാവുന്നുണ്ടോ? മരണം കണ്ടാൽ മരിക്കുന്നുണ്ടോ? അഗ്നിയെ കണ്ടാൽ ചുട്ടുപൊള്ളുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ മനസ്സെന്താ? അഗ്നിയുടെ അടുത്ത് ചെന്ന് നിന്നാൽ ശരീരത്തിന് ചൂട് വരും, മനസ്സിന് ചൂട് വരുമോ? അപ്പൊ ഈ ലോകവസ്തുക്കൾ ഒന്നും നിങ്ങളുടെ മനസ്സിൽ പ്രതിഫലിച്ചാലും ആ പ്രതിഫലനം കൊണ്ട് മനസ്സിന് അണുമാത്രം ലേപനമില്ല. ആകാശവത് ലേപവിദൂരഗോഹം.
ആകാശത്തെ പോലെ ലേപമില്ലാത്തവനാണ് ഞാൻ. ഈ പാട്ടാണ് നിങ്ങൾ പാടേണ്ടത്. അത് പഠിക്കൂ എൻ്റെ കൂട്ടരെ. കുട്ടികളുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കൂ. നീ കുഴഞ്ഞു തൂങ്ങാൻ ജനിച്ചവനല്ല എൻ്റെ പൊന്നു മോനെ മോളെ. നിന്റെ ഉള്ളിനെ തീണ്ടാൻ ലോകത്തിൽ ഒരു സാധനവും ഇല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനാണ്, വളർച്ച മനസ്സ് ശരീരത്തിനാണ്, ക്ഷീണവും ശരീരത്തിനാണ്. മനസ്സ് ആ ശരീരിയായി നിൽക്കുന്ന ഒരു ഘടകമാണ്. അതിന് ചിന്തിക്കാൻ സാധിക്കും, വികാരം കൊള്ളാൻ സാധിക്കും, ഓർമ്മയുണ്ട്. ഇതൊന്നും ഒരു മാറ്ററിനും ഒരു എനർജിക്കും ഇല്ല, മനസ്സിന് മാത്രമേ ഉള്ളൂ. ആ മനസ്സ് ദേഹവിലക്ഷണമാണ്. ദേഹത്തിന്റെ ഏർപ്പാടൊന്നും അതിനില്ല. ആ നിർലിപ്തത മനസ്സിലാക്കൂ, ഉദ്ബുദ്ധരാകൂ, പ്രബോധം വരട്ടെ, ആത്മസാക്ഷാത്കാരം ഉണ്ടാവട്ടെ. അതിനുള്ള ആഹ്വാനമാണ് അർജുന, അല്ലാതെ പേടിത്തൊണ്ടനായി തിരിച്ചു പോകാനല്ല. അതുകൊണ്ട് എണീക്ക്, ക്ലൈബ്യം ക്ഷുദ്രത വിട്ട്.